എനിക്ക് രണ്ടുപേരും ഒരു പാട്ട് പാടി തരാമോ? ഇഷ്ടമുള്ള സിനിമ. ഇപ്പൊ ഈ സിനിമ ഇപ്പൊ പാടിയല്ലോ. എന്നാലും നല്ല സൗണ്ടാണ്. അതെന്തായാലും പാടി തരണം. മണികണ്ഠൻ ചേട്ടൻ എന്തായാലും പാടി തരണം. അതെ, സിംഗറും കൂടിയാണ്. ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും പാടി തരണം. പക്ഷെ എന്നാലും സിംഗർ ആണെങ്കിൽ എന്തായാലും ശരിയാ. ചില സംഗതികൾ അങ്ങനെയാണ്, എല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ നമ്മൾ പറ്റൂല. പക്ഷെ എന്നാലും ഇപ്പൊ പാടി തന്നോണ്ട് ഞാൻ പറഞ്ഞത് പാട്ട് പാടി തരുന്നത്. നല്ല വോയിസ് ആണ്, അതുകൊണ്ടാ പറഞ്ഞത്. അയ്യോ, സിംഗേഴ്സ് ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട്, അവർക്ക് അവസരം കൊടുക്കണം, നമുക്ക് വർക്ക് കിട്ടുകയാണെങ്കിൽ. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് ഏത് പാട്ടാണ് ഇപ്പൊ നിലവിൽ പാടാൻ പറ്റുന്നത്? ഇഷ്ടമുള്ളത് പാടാം, അല്ലെങ്കിൽ പണ്ടത്തെ പാട്ടായാലും കുഴപ്പമില്ല. ആ ശ്രീരാഗം പാടിയാലും മതി. അത് ഇഷ്ടമുള്ള പാട്ട് പാടിയാൽ മതി. എത്രയും പറഞ്ഞല്ലേ. എന്നാ ഈ സിനിമത്തെ അത് പാടിയോണ്ടാണ് ഞാൻ പിന്നെയും വേണ്ടെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പാട്ട്. ഇപ്പൊ എന്തോരം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളാ പറഞ്ഞത്. എന്നാ ശരി, പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം മണികണ്ഠൻ ചേട്ടൻ പാടാദ്യം, എന്നിട്ട് നമുക്ക് നേരത്തെ സാറ് പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ ഞാനേ പറഞ്ഞു. കാരണം കുടുംബശ്രീയും കുഞ്ഞാടെന്നുള്ള ഈ മൂവിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഈ ക്യാമറയില് നോക്കി പ്രേക്ഷകരോട് സംസാരിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യം. അങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റാവുന്നതിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്, തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കുടുംബശ്രീയും കുഞ്ഞാടും എന്നുള്ള ആ പടത്തിന്റെ എല്ലാ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. കുഞ്ഞൊരു പാട്ട് പാടല്ലേ? ഞാൻ നാളെ മറ്റല്ല എന്ത് പാടട്ടെ. ഞാന് പാട്ടിന്റെ വഴി എന്ന് പറയുന്നത് രണ്ടുപേര് പാടിയിട്ട് നിർത്താം. പാടുന്ന സമയത്ത് കുറച്ച് ക്ലോസ് ആയിപ്പെട്ടു. തീർച്ചയായും ഇവിടെ വന്നിരിക്കാം. കാരണമായിട്ടൊരു പാട്ടുണ്ട്, എന്തിനടി പൂവിടെ കേട്ടിട്ടുണ്ടോ അറിയില്ല. എന്തിനാടി പൂങ്കൊടിയേ കാറിലി കരയണത്? ഇപ്പൊ വരും പൊന്നും പൊടിയേ. മുല്ലമുട്ടു കാതിലേക്കും കല്ലു വച്ച മൂക്കുത്തിയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും പൊടിയേ. എന്തിനാടി പൂങ്കൊടിയേ. സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ മോൾക്ക് വേണ്ടിട്ട് ഭയങ്കര ഫീലാണ് ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ. ഈ പാട്ട് ഞാന് സാറ് മറ്റേ അങ്ങനെയാണ് അത് ജിതേഷ് കക്കടി പറഞ്ഞു കൈതോല അല്ല, ഈ പാട്ട് ഞാൻ കേട്ടു. നമ്മള് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് സാറ് ലൈവായി പാടിയത്. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര ഫീലായി. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കേൾക്കാറൊക്കെ ഉള്ള ഒരു പാട്ടായിരുന്നു. ഭയങ്കര ഫീലാണ് നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് മോൾക്ക് വേണ്ടി എഴുതിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതും ആ ഒരു സമയത്ത് ഭയങ്കര ഫീലായിട്ടായിരിക്കില്ലേ? നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ പാട്ടുകളൊക്കെ ശരിക്ക് നമ്മുടെ പാട്ടിനുള്ള പെയിൻ എന്താ വെച്ചാല് വളർന്നു വന്ന ജീവിച്ചു വന്ന സാഹചര്യമാണ് ഇതിന്റെ ഒക്കെ ഒരു പെയിന്. നമുക്ക് ആ ഭാവം കൊടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഈ വരികൾക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഭാവം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് കൊടുത്താലും വളരെ തെറ്റാണത്. ചിലത് അങ്ങനെ ആയിരിക്കും. അപ്പൊ അതിൽ നിന്നും കൺവെർട്ട് ആയതാണ് കുടുംബശ്രീയും കുഞ്ഞാടും എന്നുള്ള ഇതിലെ സോങ്. ഫീലിംഗ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കറക്റ്റ് ആണ്. നമ്മൾ വെറുതെ ഒരു പാട്ടുണ്ടാക്കുന്നില്ല, ഫീലിംഗ്സ് ഉണ്ടാവും. ഈ മ്യൂസിക് എന്ന് പറയുന്നതും നമ്മുടെ ഫീലിംഗ്. ഇപ്പൊ ഹാപ്പി സോങ് ഓട്ടോമാറ്റിക് നമ്മൾ ഹാപ്പി ആവും. സാഡ് കേട്ടാ ചെമ്പരന്റെ ആ സോങ്ങിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യന്മാരും മറ്റുള്ള ഇൻസ്ട്രുമെന്റ് വായിച്ചവരും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫ്ലൂട്ട് വായിച്ചിട്ടുള്ള റിസർച്ച് ചേട്ടൻ, എന്റെ പ്രോഗ്രാമർ എബി,
അതുപോലെ തന്നെ സൗണ്ട് ചെയ്തിട്ട് മറ്റേ അശ്വിൻ അതെന്തോ റസുഞ്ചേട്ടൻ കൂടെ ചില റിസിഞ്ചേട്ടൻ ഫോട്ടോ വെച്ച് അതുപോലെ വലിയ വലിയ മികച്ച കലാകാരന്മാരാണ് ഇതിനകത്ത് വർക്ക് വർക്ക് ചെയ്തേക്കുന്നത് ഔട്ട് എന്തെല്ലാം ഔട്ട് ചെയ്തു ഔട്ട് തന്നെ. ശരി, ഇത് ഔട്ടൊക്കെ അല്ലാണ്ട് കേൾക്കുമ്പോ തന്നെ നല്ലൊരു ഫീല് തോന്നുന്നുണ്ട്. സാർ ഇപ്പൊ പാടിയപ്പോ തന്നെ നല്ല, അത് ഞാൻ എടുത്തു പറഞ്ഞത് ശ്രീകുമാർ സാറിന്റെ സൗണ്ടിന്റെ ആക്ടാണ് ആ സോങ് എന്നുള്ളത്. കൊണ്ടുവരുന്നല്ല, നമ്മളിപ്പം സാറ് പാടി കേട്ടാ മനസ്സിലാവുണ്ടോ. ഈ കവലയിൽ ഒരു പുലിയുണ്ടെങ്കിൽ അതിവനാണേ, ഉടയവൻ ഒരുമ്പെട്ട പാട്ടാണേ, തീരയൊഴിയാ തീരത്തെ കുഞ്ഞാടേ, അങ്ങനെ തുടങ്ങുന്ന ഒരു ആരില് ചെമ്പരുന്തേ ചെമ്പരുന്തേ അങ്ങനെ പോകുന്ന ഒരു സാധനം. അത് കേൾക്കുമ്പോ തന്നെ ആ feel നമുക്ക് എന്താണ് പാടിക്കൊള്ളാം. ഇറങ്ങി കഴിഞ്ഞു. അതാണ്. അപ്പം എന്റെ സാറുടെ വോയിസ് അത് കേൾക്കണം, മനസ്സിലാണ്ടോ. അപ്പൊ റിമ്മയുടെ വോയിസ് കേൾക്കുന്ന സമയത്ത് ഒരു നമ്മളെല്ലാം തീരുമാനിക്കണ്ടാതെ പറഞ്ഞു, നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്.